പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മകളെ, ഇന്ന് നാം ശുശ്രൂഷയുടെ സമാപന ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആഭ അനുഭവത്തിലൂടെ കടന്നു വന്ന്, കാത്തിരിപ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്ന്, ഇന്ന് ഈ സമാപന ദിനത്തിൽ പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് സൗഖ്യ അനുഭവത്തെ കുറിച്ചാണ്. അതിന് ആമുഖമായി ഒരു തിരുവചനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തിമേയുസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ആഗോള സഭ ജൂബിലിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ ലോകത്തിൽ പാപപരിഹാരത്തിൻ്റെ ബലി തീർന്നിട്ട് 2000 വർഷം തികയാൻ പോകുകയാണ്. സാത്താൻ്റെ തല തകർത്തിട്ട് 2000 വർഷം തികയാൻ പോകുകയാണ്. സ്വർഗവാതിലിൽ തുറന്നിട്ടിട്ട് ജൂബിലി നാൾ അടുത്തു വരികയാണ്. ഇതാ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുകൂടെ യേശു കടന്നു വരികയാണ്. ഇതാ വലിയ സമൂഹത്തോടൊപ്പം യേശു കടന്നു വരികയാണ്. ഒരു വലിയൊരു ആരവം, ആരവത്തിനിടയിൽ നിന്നൊരു സ്വരം, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ. പലരും പറഞ്ഞു, മിണ്ടാണ്ടിരിക്കി, ഇതാ യേശുവാണ് പോകുന്നതെന്ന്. യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദം ഉയർന്നു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. യേശു പറഞ്ഞു, ആ ചങ്ക് പൊട്ടി വിളിക്കുന്ന ആ മനുഷ്യനോട് വിളിക്കാൻ. ഇതാ അവർ ചെന്ന് പറഞ്ഞു, ഇതാ യേശു നിന്നെ വിളിക്കുന്നു എന്ന്. യേശു വിളിക്കുന്ന കേട്ട മാത്രയിൽ അവൻ ചാടി എഴുന്നേറ്റു. പിന്നെ എന്താ ചെയ്തത്? പുറംകുപ്പായം ദൂരെ വലിച്ചെറിഞ്ഞു. പുറംകുപ്പായം ദൂരെ വലിച്ചെറിഞ്ഞു. എന്താണ് പുറംകുപ്പായം എന്ന് പറഞ്ഞാൽ? നമ്മൾ കാണാറില്ലേ, വലിയ തീർത്ഥാടന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ധ്യാന മന്ദിരങ്ങളിലൊക്കെ കാണാറുണ്ട്. നീണ്ടൊരു വസ്ത്രം, അതാണ് പുറംകുപ്പായം. അവനത് നീട്ടിയിട്ടിരിക്കും. അതിൻ്റെ മുൻവശത്താണ് ആരെങ്കിലും എന്തെങ്കിലും ഭിക്ഷ കൊടുത്താൽ സ്വീകരിക്കുന്നത്. അത് അവൻ്റെ കളക്ഷൻ ബോക്സാണ്. അതിൻ്റെ നടുവിലായിട്ടാണ് അവൻ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ചെയറാണ്, സിംഹാസനമാണ് അവൻ്റെ പുറംകുപ്പായം. ഇനി ഉച്ചയായി കഴിഞ്ഞാൽ സൂര്യൻ്റെ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പിന്നിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് തലയിൽ മൂടും. അവൻ്റെ മേൽക്കൂരയാണ് അവൻ്റെ പുറംകുപ്പായം. രാത്രിയായി കഴിഞ്ഞാൽ അത് വിരിച്ച് കിടക്കും.
അവൻ്റെ കിടക്കയാണ് അവൻ്റെ പുറങ്കുപ്പായം. ഇനി ഏതെങ്കിലും കൊതുകോ നിസ്സാര ജീവികളോ വന്നു കഴിഞ്ഞാലോ അതുകൊണ്ട് മൂടും. അവൻ്റെ പുതപ്പാണ്, കൊതുകുവലയാണ് അവൻ്റെ പുറങ്കുപ്പായം. എന്ന് പറഞ്ഞാൽ അവൻ്റെ കളക്ഷൻ ബോക്സ്, അവൻ്റെ ഇരിപ്പിടം, അവൻ്റെ മേൽക്കൂര, അവൻ്റെ കിടക്ക, അവൻ്റെ പുതപ്പ്, അവൻ്റെ കൊതുകുവല എന്ന് പറഞ്ഞാൽ അവൻ്റെ സർവസ്വവുമാണ് ഈ പുറങ്കുപ്പായം. ഇതാണ് യേശു വിളിക്കുന്നു പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ വലിച്ചെറിയുന്നത്. ഇതിനെ ഞാൻ വിളിക്കുന്ന പേര് സമ്പൂർണ്ണ സമർപ്പണമെന്ന്. ആര് സമ്പൂർണമായി സമർപ്പണം ചെയ്ത് യേശുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നുവോ അവരെ സുഖപ്പെടുത്താൻ കർത്താവ് കാത്തു നിൽക്കുന്നു. ജെറമിയയുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങു മാത്രമാണ് എൻ്റെ പ്രത്യാശ. പഴയ നിയമത്തിലെ മറ്റൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. ബർത്തിമേയുസിന്റെ സമർപ്പണ ചെയ്തി പോലെ ജെറമിയ പ്രവാചകൻ കുറിച്ചു വച്ചിരിക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥന. യേശു തരുന്ന രക്ഷ നിത്യമായ രക്ഷയാണ്. യേശു തരുന്ന സൗഖ്യം നിത്യമായ സൗഖ്യമാണ്. അതുകൊണ്ടാണ് ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെട്ട് എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നു. പലതരത്തിലുള്ള രോഗികൾ ഇന്ന് ഈ സമാപന ദിനത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. യേശു പറയുന്നു, വചനം പറയുന്നു, അവനിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെട്ട് എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നു എന്ന്. അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ആത്മീയ മർമ്മം 4 കാര്യങ്ങളിലാണ്. 1, ശക്തമായ വിശ്വാസം. 2, തീക്ഷ്ണമായ ആഗ്രഹം. 3, വിശുദ്ധി നിറഞ്ഞ ഹൃദയം. 4, നിരന്തരമായ പ്രാർത്ഥന. ഒരിക്കൽ കൂടി, ശക്തമായ വിശ്വാസത്തോടെ, തീക്ഷ്ണമായ ആഗ്രഹത്തോടെ, വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടെ, നിരന്തരമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ വചനമാകുന്ന യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് രോഗബാധിതമായ ശരീരമണ്ഡലങ്ങളിൽ നിന്ന് രോഗാണുക്കളെ നിർവീര്യമാക്കുന്നുണ്ട്. വിശ്വസിക്ക്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് നമുക്കറിയാം. ഹെബ്രായർ 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. എത്ര പേർക്ക് ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു. എത്ര പേർക്ക് യഥാർത്ഥമായ വിശ്വാസമുണ്ടെന്ന്? വിശുദ്ധനായിരിക്കുന്ന ക്രിസ്റ്റോസ്റ്റം പറയുന്നു, വിശ്വാസം എന്നതൊരു വിളക്കാണ്. വിളക്ക് ഭവനത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന വിളക്കാണ് വിശ്വാസം. ഇന്ന് ധാരാളം ആളുകൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ വിശ്വാസത്തിന് അധിഷ്ഠിതമായ ജീവിതം ഇല്ലാത്തത് കൊണ്ടാണ് അത്ഭുത പ്രവർത്തകനായിരിക്കുന്ന കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തത്. കർത്താവിൻ്റെ ഏറ്റവും വലിയ മിനിസ്ട്രിയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. ദ പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്, ഇതാണ് കർത്താവിൻ്റെ മിനിസ്ട്രി. അത് തന്നെയാണ് മക്കളെ നമ്മെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അച്ഛന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു ദൗത്യമൊന്നുമല്ല. ദൈവികമായ വേലകളിൽ ശ്രദ്ധിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫിസിഷ്യനാണ് യേശു കർത്താവ്. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു, പനി വിട്ടുപോയി. ഇതൊരു ജീസസ് മോഡലാണ്. എന്താ മോഡൽ എന്ന് പറഞ്ഞു തന്നത്? പത്രോസിന്റെ അമ്മായിയമ്മയുടെ അടുത്ത് വന്നിട്ട് പനി വിട്ടുപോ, കെഞ്ചുകയല്ല ചെയ്തത്, കമാൻഡ് ചെയ്യും, വിട്ടുപോകണം. നമുക്ക് ചിലപ്പോഴൊക്കെ ചില തരത്തിലുള്ള അസ്വസ്ഥത വരുമ്പോൾ, പീഡകൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല. നമുക്ക് കാണാറുണ്ടല്ലോ, പള്ളിയിലേക്ക് പോകണമെന്ന് തീരുമാനമെടുത്ത ആ സമയത്ത് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാക്കിയിടാം. അതൊക്കെ പിശാചിൻ്റെ പണി തന്നെയാണ്, തിന്മയുടെ പ്രവർത്തനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവനെ ശാസിക്കണം, വിട്ടുപോകാനായിട്ട് പറയണം.
ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫിസിഷ്യനാണ്. തക്കാളിപ്പനി, വൈറസ് പനി, കൊറോണ വൈറസിൻ്റെ പനി, ഇങ്ങനെ പനിയൊക്കെ ബാധിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈ കൊറോണ വൈറസിൻ്റെ കാലഘട്ടങ്ങളിൽ പള്ളികൾ അടച്ചിട്ടിരുന്നു കൊണ്ടല്ല, ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കണം. അതിനെ പ്രതിരോധിക്കാൻ, വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കും. ടൻസാനിയയിലെ ദരിദ്ര രാജ്യത്ത് ഇന്ന് കൊറോണയില്ല. അവിടെ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. വൈദികരും ദൈവജനം ഒരുമിച്ച് ചേർന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ കരങ്ങൾ വിരിച്ചു പ്രാർത്ഥിച്ചു. അവിടെ കൊറോണ രോഗമില്ല എന്ന് രാഷ്ട്രത്തിൻ്റെ പ്രധാന അധിപതി പ്രഖ്യാപനം ചെയ്യുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒന്ന്, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫിസിഷ്യനാണ് യേശു കർത്താവ്. രണ്ട്, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റാണ് യേശു കർത്താവ്. സ്ത്രീ സഹജമായ രോഗങ്ങൾ, പുരുഷ സഹജമായ രോഗങ്ങളുമായി ആരെങ്കിലും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റാണ്. ലൂക്കയുടെ സുവിശേഷം 8-ാം അധ്യായം 43-ാം വാക്യം. 12 വർഷം രക്തസ്രാവം പിടിപ്പെട്ടവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നിലൂടെ കടന്നു വന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. തൽക്ഷണം അവൾ സൗഖ്യം പ്രാപിച്ചു, രക്തസ്രാവം നിലച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഇന്നൊരു പക്ഷേ സ്ത്രീ സഹജമായ രോഗമുള്ളവർ, ചിലവർക്ക് ആർത്തവം ഇല്ലാത്തവർ, ചിലവർക്ക് ആർത്തവം തുടങ്ങിയിട്ട് അത് നിൽക്കാൻ പറ്റാത്തതിൻ്റെ വേദന, നൊമ്പരങ്ങൾ. ഞാൻ ഓർക്കുന്നു, യെരൂശലേം വചന കൂടാരത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ഫാത്തിമ മാതാവിൻ്റെയും ജെറുസലേം നാഥയുടെയും അതുപോലെ തന്നെ മെഡ്ജിഗോർ അമ്മയുടെ തിരുസ്വരൂപം സംഭവിച്ചുകൊണ്ടുള്ള ജപമാല പ്രദക്ഷിണം നടക്കുന്നുണ്ട്. ഒരു നാൾ ഒരു അമ്മയും മകളും കൂടി വന്നു. അവളുടെ പേര് സിനി. അമ്മ പറഞ്ഞു, അച്ഛാ, ഇവൾക്ക് കല്യാണ ആലോചന വരുന്നുണ്ട്, എങ്ങനെയാണ് നടത്തി കൊടുക്കുക? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അവൾ ബികോമിനാണ് പഠിക്കുന്നതെങ്കിലും അവൾക്ക് മെൻസസ് ആരംഭിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു കുടുംബത്തെ തകർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവരോട് പറഞ്ഞു, സ്ത്രീ സഹജമായ രോഗങ്ങൾ വിട്ടുമാറാനായിട്ട് പരിശുദ്ധ അമ്മയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഓരോ ഞായറാഴ്ച വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇന്നു മുതൽ ആരംഭിക്കാമെന്ന്. 7 ഞായറാഴ്ചകളാണ് വരാൻ പറഞ്ഞത്. 7ാമത്തെ ഞായറാഴ്ച സിനിയും അമ്മയും വരുമ്പോൾ, സിനിയുടെ അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, ഇളയപ്പന്മാരുണ്ട്, ഒരു സംഘമായിട്ടാണ് വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താ വിശേഷം? അച്ഛാ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മകളിൽ പ്രവർത്തിച്ചു. മരുന്നുകളൊന്നും എടുക്കാതെ സ്ത്രീ സഹജമായ രോഗത്തിന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും ഉണ്ടായിരിക്കാം ത്യാഗം സഹിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. ജെറുസലേം വചനകൂടാരം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ഗർഭപാത്രമാണ്. യെസ്, ഇന്നോളം ഈ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള അനേക മക്കളിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ധാരാളമുണ്ട്. 2800-ലധികം രജിസ്റ്റർ ചെയ്ത സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. എല്ലാ കാറ്റഗറിയിലും പെട്ടവർ. ഒന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഫെമി ഡേവിസ്, കനകമല്ല, വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവർ 3ാമത്തെ ഞായറാഴ്ചകളിൽ ഇവിടെ നടക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടവന്നു. പിന്നീട് അവർ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഫെമി ഗർഭിണിയായി. ഞാൻ പറഞ്ഞു, അവർക്ക് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. ദിവ്യവൈദ്യനും ഔഷധമായ യേശുവേ, എന്നിലും എൻ്റെ ഗർഭപാത്രത്തിലും ഗർഭസ്ഥ ശിശുവിലും വന്ന് നിറയണമേ എന്ന്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഈ പ്രാർത്ഥന ഒരു മന്ത്രം പോലെ കരങ്ങളെടുക്കുക.
ഒരു സുഹൃതജപം പോലെ കരങ്ങളെടുക്കുക. മാസം തികഞ്ഞ് ഫെമി പ്രസവിച്ചു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവിടെ പേര് പോലും ഞാൻ മറന്നിട്ടില്ല. ഗോഡ്വിൻ എന്നും ഗോഡ്വീന എന്നും 2 മക്കൾ. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റാണ് യേശു കർത്താവ്. നീ വചനം വായിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക, ഗൂദാശയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുക, ദൈവാലയത്തിൽ പോയി നീ പ്രാർത്ഥിക്കുക. ആരോരുമില്ലാത്ത സമയത്ത് ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ കർത്താവ് കണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അവിടുന്ന് തുടച്ചു മാറ്റിത്തരും. യെസ്, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് യേശു കർത്താവ്. പലതരത്തിലുള്ള ത്വക്ക് സംബന്ധമുള്ള രോഗമുള്ളവർ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യം. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്നുകൊണ്ട്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു എന്ന്. അന്നത്തെ കാലത്തൊന്നും ഈ കുഷ്ഠരോഗികൾക്കൊന്നും ജനസമൂഹത്തിൽ വരാൻ പറ്റാത്ത കാലത്ത് കർത്താവ് എന്തൊരു സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത് അല്ലേ. തഴയപ്പെട്ടവർക്കും ഒറ്റപ്പെടുത്തവർക്കും കൂട്ടുകാരനാണ് യേശു അല്ലേ മക്കളെ? അതെ അതെ. ആ കുഷ്ഠരോഗികൾ ഇതാ പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന്. അവരോട് പറഞ്ഞു, നിങ്ങൾ സാക്ഷ്യത്തിനായി ദൈവാലയത്തിൽ പോയി പുരോഹിതരെ കാണിച്ചു കൊടുക്കുക. കണ്ടോ, സാക്ഷ്യത്തിനായി ദൈവാലയത്തിൽ പോയി പുരോഹിതരെ കാണിച്ചു കൊടുക്കുക. പോകുന്ന വഴിക്ക് 10 പേരും സുഖം പ്രാപിച്ചു. അതിൽ ഒരുവൻ മാത്രം തിരിച്ചു വന്നു. അവനൊരു വിജാതീയനായിരുന്നു. അവനോട് പറഞ്ഞു, 10 പേർക്കല്ലേ സൗഖ്യം നൽകിയത്, ബാക്കി 9 പേർ എവിടെ? ദൈവം പോലും കൊതിക്കുന്ന സ്വഭാവമാണ് നന്ദി പറയുക. ദ ബെസ്റ്റ് ഗിവിങ് ഈസ് ദ താങ്ക്സ് ഗിവിങ്. യേശു തൻ്റെ ശരീരവും രക്തവും മുഴുവനായി നമുക്ക് തന്നത് കൃതജ്ഞതയിലൂടെയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ പാച്ച് ചെയ്ത ചില പാണ്ഡുരോഗമുള്ളവരുണ്ടാകാം, സോറിയാസിസിൻ്റെ രോഗമുള്ളവരുണ്ടാകാം, തലയിൽ താരനുള്ളവരുണ്ടാകാം. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്താൻ നീ പ്രാർത്ഥിച്ചാൽ അപ്രകാരമുള്ള രോഗികൾ ഈ സമയം സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുക മക്കളെ. അനുഭവങ്ങൾ ധാരാളം പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് യേശു കർത്താവ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റാണ് യേശു കർത്താവ്. ഇപ്പോൾ പലരും തളർന്ന് വീടുകളിലും ആശുപത്രിയിലും കിടക്കുന്നുണ്ട്. തളർവാദ രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന് ആഗ്രഹമുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം. തളർവാദ രോഗിയോട് യേശു പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. അവൻ ഈ വചനം കേട്ട് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയി. തളർന്നു കിടന്ന അവൻ്റെ നാടിഞരമ്പുകളുടെ ഉള്ളിലേക്ക് യേശുവിൻ്റെ രക്തം കടന്നു വന്ന് അവനെ സുഖപ്പെടുത്തിയെന്ന്. കർത്താവ് സുഖപ്പെടുത്തുന്നവനാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വീണ്ടും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഓർത്തോപീഡിസ്റ്റാണ് യേശു കർത്താവ്. ഇതിനകത്ത് അസ്ഥി സംബന്ധമുള്ള രോഗങ്ങളുള്ളവരുണ്ടോ? ഡിസ്ക് സംബന്ധമുള്ള രോഗങ്ങളുണ്ടോ? എന്തുമാത്രം ആളുകളാണെന്നോ. കേരളത്തിൽ നിന്നും തമിഴിലൂടെ ധ്യാനമുണ്ട്. തമിഴ്നാട്ടിൽ വരുമ്പോൾ അസ്ഥി സംബന്ധമുള്ള രോഗമുള്ളവരെ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. പണി ചെയ്ത് അസ്ഥികളൊക്കെ തളർന്നിട്ടാണ്. ജോലി ചെയ്ത് കുടുംബത്തെ വളർത്താൻ വേണ്ടി അധ്വാനിച്ച് ശരീരം മുഴുവൻ, തൻ്റെ ആരോഗ്യം മുഴുവൻ മക്കൾക്ക് വേണ്ടി പകുത്തു കൊടുത്തവരാണ്. ലൂക്കയുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാം വാക്യം. 18 വർഷക്കാലമായി ഒരു ദുരാത്മാവ് ഉണ്ടായിരുന്നവളും രോഗിയായി തീർന്നവളുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കാത്തവളുമായ കൂനിപ്പോയ ഒരു സ്ത്രീയെ കർത്താവ് കണ്ടു.
നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ കാണണം. കർത്താവ് കണ്ടു. അവൾ ഒന്നും പറഞ്ഞില്ല, അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. എന്നാൽ ഈശോ അവളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, യേശു തൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. തൽക്ഷണം അവൾ സൗഖ്യം പ്രാപിച്ചു. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയുകയാണ്, ദൈവാലയത്തിൽ പോകുമ്പോൾ, ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സാധിക്കുന്നിടത്തോളം ആൾത്താരയോട് ചേർന്ന് നിൽക്കുക. ആൾത്താരിൽ വരുന്ന യേശു നിന്റെ ഹൃദയത്തിൻ്റെ ദുഃഖം, നിന്റെ കുടുംബത്തിൻ്റെ വേദന എടുത്തു മാറ്റട്ടെ. ആൾത്താരയോട് അകലം കാണിച്ചാൽ അശുദ്ധി കടന്നു വരും. ആൾത്താരയോട് അകലം കാണിച്ചാൽ തിന്മകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ അത്ഭുതകരമായ സൗഖ്യം നിനക്കുണ്ടാകും. ഒരനുഭവം പങ്കിട്ടില്ലെങ്കിൽ അത് പൂർണ്ണമായി തീരുകയില്ല. ജെറുസലേം വചന കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സൈമൺ സ്മിത ദമ്പതികൾ 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. അതിനുശേഷം ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, അബോർട്ട് ചെയ്യണം. ഈ കുഞ്ഞിന് നോസ് ബോൺ ഇല്ല, മൂക്കിന് എല്ലില്ല, ഷേപ്പില്ല, അബോർട്ട് ചെയ്യുന്നതാണ് ബുദ്ധി. സൈമണും സ്മിതയും ജെറുസലേം വചന കൂടാരത്തിൽ ഓടി വന്നു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ദുഃഖം എനിക്ക് അളക്കുവാൻ സാധിച്ചു. കസേരയിൽ ഇരുത്തി അല്പസമയം സംസാരിച്ചു. സഭയുടെ നിലപാട്, സഭയുടെ പ്രബോധനം അവരെ അറിയിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ അബോർട്ട് ചെയ്യരുത്. കുഞ്ഞ് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും. സൈമൺ ഒട്ടും ഇഷ്ടമായില്ല. സ്മിത, ശരി ഫാദർ, 4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 മാസം കഴിഞ്ഞ് വീണ്ടും ചെന്നു. സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ മൂക്ക് വളർന്നിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ഇനി ലെഫ്റ്റ് യുവർ ഡിസിഷൻ, ഇനി നിങ്ങളുടെ തീരുമാനം. വീണ്ടും വന്നു. അവരോട് ഞാൻ പറഞ്ഞു, അനുദിനം ദൈവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, ഈശോയോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈ പ്രാർത്ഥന ഗർഭപാത്രത്തിന്മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ സ്മിതയോട് പറഞ്ഞു. ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവേ, എന്നിലും എൻ്റെ ഗർഭസ്ഥ ശിശുവിലും വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്മിത കേൾക്കാതെ സൈമൺ കേൾക്കാതെ സ്മിതയും എന്നെ ഫോണിലൂടെ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛാ, സഹിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ഈ കുഞ്ഞിനെ സ്വീകരിക്കുക? ഞാൻ പറഞ്ഞു, ധൈര്യമായിരിക്കുക, തളരരുത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ആ കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ സ്പോൺസർ ചെയ്തോളാം. ഫോണിലൂടെ രണ്ടും കൂടി കരഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട ഫാദറെ, എത്ര തരത്തിലുള്ള വൈകല്യം നിറഞ്ഞ വൈരൂപ്യം നിറഞ്ഞ കുഞ്ഞാണെങ്കിലും ഞങ്ങൾ സ്വീകരിച്ചോളാം. അവിടെ ധൈര്യം വരുന്നത് കണ്ടോ? വിശ്വാസത്തിന് ചിറക് വയ്ക്കുന്ന ഞാൻ കാണുകയാണ്. മാസം തികഞ്ഞ് ഡെലിവറിയുടെ സമയമായി, പ്രസവ സമയമായി ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് സൈമൺ പുറത്ത് കടന്നപ്പോൾ സ്മിത വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, പ്രാർത്ഥിക്കണം, എൻ്റെ ചേട്ടൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. സൈമൺ പുറമെ നിന്ന് വിളിച്ചു, അവളെ ധൈര്യപ്പെടുത്തണം ഫാദറെ, ധൈര്യപ്പെടുത്തണം. അങ്ങനെ സ്മിത പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞിന് ജന്മം നൽകി. അവൾ തിരിഞ്ഞു കിടന്നു. മൂക്കില്ലാത്ത കുഞ്ഞിനെ എങ്ങനെ ഒരു അമ്മ നോക്കും? ഡോക്ടർ വിളിച്ചു, സ്മിതേ, തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയം ചേമ്പ് തണ്ട് പോലെ തളർന്നിട്ടുണ്ടാകുമല്ലേ? കുഞ്ഞിനെ എടുത്തുകൊണ്ട് ലേബർ റൂമിൻ്റെ മുമ്പിലിരിക്കുന്ന സൈമണിൻ്റെ മുമ്പിലേക്ക് ചെന്നു. സൈമൺ കരങ്ങളിൽ ജപമാല പിടിച്ചുകൊണ്ട് കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ വിളിച്ചു, സൈമൺ. അവൻ്റെ ആ ദുഃഖത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ല. തോളിൽ തട്ടി, സൈമൺ. എഴുന്നേറ്റ് നോക്കിയപ്പോൾ
ഡോക്ടർ കുഞ്ഞിനെ പിടിച്ച് നിൽക്കാണ്. ഇതാ ഈ കുഞ്ഞിനൊന്ന് എടുത്തേൻ. സൈമന്റെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സൈമൺ മുട്ടുകുത്തി ശമയോനെ പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു വാവിട്ട് കരഞ്ഞു. നോക്കിയപ്പോൾ മൂക്കിൻ്റെ എല്ല് വളർന്ന് പൂർണ്ണമായ വളർച്ചയെത്തി സൗന്ദര്യമുള്ള ഒരു മാലാഖ കുഞ്ഞിനെയാണ് ദൈവം അവർക്ക് സമ്മാനമായി നൽകിയത്. വിശ്വാസത്തിന് വേരുമുളച്ച ആ സമയം മുതൽ സ്മിതയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ എല്ല് വളരുന്നത് ദൈവം എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്ക്. എല്ല് വളർത്തുന്ന ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. വളഞ്ഞുപോയ എല്ലുകളെ നിവർത്തിക്കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ കർത്താവ് ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സർവരുടെയും ആസ്തി സംബന്ധമുള്ള രോഗങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 24:15 നമ്മോട് പറയുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. നീ രോഗിയാണെങ്കിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തും. നീ രോഗിയാണെങ്കിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഇതാ യേശു നമ്മോട് പറയുന്നു, മക്കളെ, ഇതുവരെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമയത്തെ കർത്താവ് വരുന്നത്, നിന്നെ തൊടുന്നത്, നിന്റെ കുടുംബത്തെ തൊടുന്നത് കർത്താവ് ഇതാ കാണിച്ചു തരുന്നുണ്ട്. കുടുംബങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നു, സമൂഹങ്ങൾക്ക് കടന്നു വരുന്നു. ഈ തിരുസന്ധികളിൽ ഇരുന്നു കൊണ്ട് ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഒരു അനുഭവം കൊടുക്കണമേ. യേശു അനുഭവം കൊടുക്കണമേ. കാത്തിരിപ്പിന്റെ അനുഭവം കൊടുക്കണമേ. പിതാവായ ദൈവത്തിന്റെ അനുഭവം കൊടുക്കണമേ. യേശുവേ 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 യേശുവേ. വൈകരുതേ വൈകരുതേ, രോഗിയാണേ ദൈവമേ ഞാൻ. വൈകരുതേ വൈകരുതേ, സൗഖ്യമേകാൻ വൈകരുതേ. ദേഹവും ദേഹിയും വാടിത്തളർന്നിതാ, ഔഷധമൊന്നുമേ ഫലിച്ചിടാതെ. കാൽവരി മാമലെ ചിന്തിയ ചുടുനീണം എന്നിലേക്കും നീ ഒഴുക്കണമേ. വൈകരുതേ വൈകരുതേ, സൗഖ്യമേകാൻ വൈകരുതേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.